ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഈ നേരത്തെ കാലത്ത് റെഡി ആയിട്ടുള്ളത് 2 ദിവസത്തെ ക്യാമ്പിനാണ്. ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഈ ടെൻ്റൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ അല്ല കേട്ടോ, ക്ലാസ്സാണ് സംഭവം. കുറേ ബാണ്ടക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ. എനിക്ക് എപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വിൻഡോ സീറ്റായിട്ട് ഇഷ്ടം, കാരണം ഈ പ്രകൃതിക്ക് ഇങ്ങനെ കണ്ടു പോകാമല്ലോ. എൻ്റെ സ്കൂളിൽ നിന്ന് 16 പേരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പാലക്കാട് എത്തി അടുത്ത ബസ് കയറാൻ. അങ്ങനെ ബസ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അവിടെ കരാട്ട പ്രാക്ടീസ് ചെയ്യണം കണ്ടത്. ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു, ബിക്കോസ് ഞാൻ 2-3 വർഷം കരാട്ടൊക്കെ പോയതാണ്. അങ്ങനെ സ്ഥലം എത്തി. ധോണിയിലെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ചുറ്റുപാടൊക്കെ. അവിടെ എത്തിയത് ഫസ്റ്റ് ഞങ്ങളുടെ സ്കൂളായത് കാരണം ഞങ്ങളൊക്കെ അവിടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. പിന്നെ അവിടെ 2 ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഈ ഊഞ്ഞാലുകൾക്കൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു. അപ്പോഴേക്കും പഠിപ്പിക്കാനുള്ള സാറുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ ഹാളിലേക്ക് കയറി. ആ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അതിനുശേഷം വീണ്ടും 2ാമത്തെ സെക്ഷന് വേണ്ടിയിട്ട് ഇരുന്ന് രാവിലത്തെ യാത്രാക്ഷീണവും ഇതും കൂടി ആയപ്പോൾ ആകെ ഒരു വിധമായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളെല്ലാവരും കിടന്ന റൂം. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. പിന്നെ എൻ്റെ അപ്പുറത്തുള്ള ബെഡിൽ ഫാനുണ്ട്. എനിക്ക് ഫാൻ കിട്ടണമാവോ, രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ 3rd ഫ്ലോറിലായിരുന്നു കേട്ടോ എൻ്റെ റൂമും. അവിടെ നിന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനും. അവിടെ അങ്ങോട്ട് പിള്ളേരൊക്കെ ഊഞ്ഞാലായിട്ട് കളിക്കേണ്ടിയിരുന്നു. ഈ ഒരു ക്യാമ്പ് ഞങ്ങളുടെ സ്കൂളിലത്തെ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഫ്ലവറിംഗ് എന്നായിരുന്നു ഈ ക്യാമ്പിൻ്റെ പേര്. ഇതിൻ്റെ ആദ്യഘട്ട സ്കൂളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സെലക്ട് ആയവരെയാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സാറ് പറ്റുന്ന പോലെയൊക്കെ എല്ലാ കുട്ടികളെ റോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത സെക്ഷൻ തുടങ്ങി കുറേ ഐതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് ചെയ്യുന്നിട്ടാ, അതിനുശേഷമാണ് ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ അവിടെ കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. 3ാമത്തെ സെക്ഷൻ കഴിയുമ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് തന്നു. അതിന് ശേഷമുള്ള ക്ലാസ്സിൻ്റെ ഇടയിൽ നൈസായിട്ട് കറക്റ്റൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ കുറേ പേരൊക്കെ ഫോണിൽ ലൈറ്റൊക്കെ ഓണാക്കി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിനുശേഷം ഞങ്ങളെല്ലാവരും റൂമിൽ പോയി. പിന്നെ ഞാൻ ഫ്രഷായി കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ആ ഓർക്കൊക്കെ എങ്ങോട്ട് പോയാണാവോ. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനത്തെ ക്യാമ്പ് ഫയറിനൊക്കെ കൂടുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് വന്നു. നിലവിളിക്കണോള് പറഞ്ഞിട്ടാട്ടി ഈ പാട്ട് വെച്ച്. ആ ഒരു ടൈമിലാണ് എനിക്ക് വേറെ സ്കൂളത്തെ ഫ്രണ്ട്സിനെ കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ റൂമിലേക്ക് പോകുമ്പോഴേക്കും നല്ല സമയം വൈകിണ്ടായിരുന്നു. പിന്നെ ഉറക്കം വരാൻ പണിപ്പെട്ട പാടെ. ഇതിപ്പോൾ ഫസ്റ്റ് ഡേയിലത്തെ വ്ളോഗല്ലേ. 2ാമത്തെ ദിവസത്തെ വ്ളോഗ് വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാം. സീ യു ലേറ്റർ.